കണ്ണൂരിലെ ജയിൽ ഈ സഖാവ് പി ജയരാജനെ ഇരുത്തിക്കൊണ്ട് പറയുന്നു, കണ്ണൂരിലെ ജയിലിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം CPM-ന്റെ കയ്യിലാണ്. അവിടെ രാഷ്ട്രീയ കൊലപാതകികൾ എന്ന മറവിൽ, അതായത് രാഷ്ട്രീയ കൊലപാതകമോ അല്ലാത്ത കൊലപാതകമോ ഒന്നുമില്ല, അവിടെ കൊടും ക്രിമിനലുകൾ പാർപ്പിച്ചിരിക്കുന്നു. ആ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന ജയിലാണ്. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടുത്തെ 11ാം ബ്ലോക്കിൽ പോയി, 11ാം ബ്ലോക്കാന്നാണ് എന്റെ ഓർമ്മ, പോയി ഇതൊക്കെ കണ്ടതാണ്. അന്നൊക്കെ തടവുകാരെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള, അവിടെ തടവുകാർക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നു, പുറത്തുനിന്ന് അവർക്ക് കഞ്ചാവ്, ബീഡി സാധനങ്ങൾ കിട്ടുന്നു, അവരാഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം. ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന അവിടുത്തെ രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടുന്ന ആ സൗജന്യത്തെ മറയാക്കിക്കൊണ്ട് ഗോവിന്ദചാമി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കൂ സേനാപതി. കണ്ണൂർ സെൻട്രൽ ജയിൽ CPM-ന്റെ ക്രിമിനലുകളാണ് അടക്കി ഭരിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM തടവുകാരുണ്ട്, BJP തടവുകാരുണ്ട്, കോൺഗ്രസ് തടവുകാരും ഉണ്ടായിരുന്നു. സേനാപതിക്ക് പരിചയമുള്ളൊരു പേര് ഞാൻ പറഞ്ഞുതരാം. മമ്പറം ദിവാകരൻ, നിങ്ങളെ KPCC മെമ്പറായിരുന്നല്ലോ. അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ കാലത്ത് പന്തക്കപ്പാറയിലെ ദിനേശ് PD കമ്പനി ആക്രമിച്ച് കുളങ്ങരോത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി ശിക്ഷിച്ച്, സുപ്രീം കോടതി അടക്കം ശിക്ഷ ശരിവെച്ച് 7 വർഷക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് UDF ആയിരുന്നു ഭരിച്ചിരുന്നത്, കരുണാകരനായിരുന്നു കേരളത്തിലെ പോലീസ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ മമ്പറം ദിവാകരൻ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. അടിയന്തരാവസ്ഥയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തെല്ലാം അതിക്രമങ്ങളാണ് ഈ രാജ്യത്ത് നടന്നത്. എത്ര ആളുകളെയാണ് ലോക്കപ്പിൽ ഉരുട്ടി കൊലപ്പെടുത്തിയത്. പ്രൊഫസർ ഈച്ചറവാര്യരുടെ മകനെ ഓർമ്മയുണ്ടോ സേനാപതി? കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടി കൊന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈച്ചറവാര്യർ കക്കയം ക്യാമ്പിൽ പോയി മകനെ കാണാൻ വേണ്ടി പോയി. എന്താ ചെയ്തത്? അവിടെ എല്ല് പോലും ബാക്കിയായിരിക്കാൻ തക്കവണ്ണം മരിച്ചു കഴിഞ്ഞ രാജൻ്റെ മൃതദേഹം ഉപ്പിട്ട് ദഹിപ്പിച്ചു. അങ്ങനെയാണ് എല്ല് പോലും ബാക്കിയാവാതെ രാജൻ കഥാവശേഷനായത് അല്ലേ? അങ്ങനെയെല്ലാം അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളിപ്പോൾ മാന്യന്മാരായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM-ന്റെ തടവുകാരാണ്, ക്രിമിനലുകളാണ്. അവിടെ BJP-ക്കാരുണ്ട്. എന്താ താങ്കൾക്ക് പറയാൻ തോന്നാത്തത്? രാഷ്ട്രീയ കേസിൽ ശിക്ഷ വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് UDF-ന്റെ ഭരണകാലത്ത് ഒട്ടേറെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല RSS-കാരായ തടവുകാർക്കും അനർഹമായിട്ടുള്ള പരോട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ. ആ കാര്യങ്ങളും നമ്മളിപ്പോൾ പറയണ്ട. ഇപ്പോൾ നമുക്ക് ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ, നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് UDF-ന്റെ ഭരണകാലത്ത് ചാടിയവരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ശ്രീ അലക്സാണ്ടർ ജേക്കബ് വളരെ വ്യക്തമായി പറഞ്ഞു, അത് UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ കൊടും കുറ്റവാളികൾ, ഇത്തരം കുറ്റവാസനയുള്ള ആളുകൾ ജയിൽ ചാട്ടം മുമ്പും നടത്തിയിട്ടുണ്ട്. അതിന് ഭരണ വ്യത്യാസമില്ല, അതിന് രാഷ്ട്രീയമായിട്ടുള്ള നിറം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ പൊതുവിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ വേണം. അക്കാര്യത്തിൽ നമുക്ക് യോജിക്കാം. അതാണ് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്.